അപ്പും ഡേസി ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്ത് പറ്റിയതാവും? ദൈവമേ, ഇനി അപ്പു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാവോ എന്തോ. ഇതെന്താ വാതിൽ തുറന്നു കിടക്കുന്നത്? നീ മുത്തിയമ്മ വിളിച്ച് വീട് വൃത്തിയാക്കിടാൻ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇതാരീ കതക് തുറന്നിട്ടിരിക്കുന്നത്? ചേട്ടൻ കഴിഞ്ഞ തവണ വന്നപ്പോ പൂട്ടാൻ മറന്നുപോയതാണോ? ഏയ്, ഞാൻ ഡോർ ലോക്ക് ചെയ്ത് കീ എപ്പോഴും വെക്കുന്നിടത്ത് വെച്ചിട്ടല്ലേ പോയത്. നോക്കട്ടെ. ഇവിടുന്ന് താക്കോൽ എടുത്തിട്ട് തന്നെയാണല്ലോ തുറന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായി താക്കോൽ വെക്കുന്നത് ഇവിടെയാണെന്ന് അറിയാവുന്ന ആരോ ആണ് എടുത്തിരിക്കുന്നത്. ഇനി വല്ല കള്ളന്മാരാരെങ്കിലും? അയ്യോ, എന്തെങ്കിലും കൊണ്ടുപോയോ നോക്കട്ടെ. ആഹാ, മാമനായിരുന്നോ? എത്തിയോ? എന്താ ലേറ്റാവുന്ന എന്ന് ഞാൻ ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. മാമനത് എപ്പോ എത്തി? അല്ല, എങ്ങനെ താക്കോൽ കിട്ടി? ഞാൻ വന്നിട്ട് നേരം കുറച്ചായി. നിങ്ങൾ വരട്ടെ എന്ന് കരുതി കുറെ നേരം ഈ ഉമ്മറത്ത് കുത്തിയിരുന്നു. അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുമിച്ചിറങ്ങിയപ്പോ നീ താക്കോല് വെച്ച സ്ഥലം ഓർമ്മ വന്നത്. വെറുതെ ഒന്ന് തപ്പി നോക്കിയതാ. അപ്പൊ സാധനം അവിടെ ഇരിപ്പുണ്ട്. എന്നാ പിന്നെ പുറത്തിരുന്ന് മുഷിയണ്ടല്ലോ എന്ന് കരുതി അകത്ത് കയറി. വന്ന കാര്യം മാമനൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു? അത് പറയാൻ വേണ്ടി കുറെ പ്രാവശ്യം നിന്നെ വിളിച്ചതാ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കല്ലേ, പിന്നെ ഞാനെന്ത് ചെയ്യും? അയ്യോ, അത് മറന്നു. ചാർജ് തീർന്ന് മൊബൈൽ ഓഫായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചാ എങ്ങനെ കിട്ടാനാടാ? വന്നത് അബദ്ധമായി പോയോ എന്ന് ഞാനൊന്ന് സംശയിച്ചു. പിന്നെന്തായാലും നാളെ ശ്രാദ്ധമായതുകൊണ്ട് നിങ്ങൾ വരാതിരിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് നാളത്തേക്ക് വേണ്ട കാര്യങ്ങൾ ഓരോന്നായി സംഘടിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. പൂജയ്ക്കുള്ള ഇലയും പിന്നെ കരിക്കുമായി. ബലിക്കുള്ള ഉണക്കലരിയും പൂജാ സാധനങ്ങളും ഒക്കെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ മാമ. വെറുതെ എന്തിനാ അവിടുന്ന് കൊണ്ടുവന്നത്? കൊണ്ടുവന്നു എന്ന് പറഞ്ഞു ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അകത്താരുമില്ല ചേട്ടാ. കള്ളൻ ഇവിടെ തന്നെ ഉണ്ട് മോളെ. ഇത് നമ്മുടെ ആകാശ്. മാമൻ ഉദ്ദേശിച്ച ആള് തന്നെയാ. പക്ഷെ ആകാശല്ല, ആതിരയാണ്. എൻ്റെ അനിയത്തിയാണ്. ഈശ്വര, അവനെ ഇപ്പൊ കണ്ടാ തിരിച്ചറിയാതെയായി. അവനല്ല, അവൾ. ഇനി അവളുടെ മുന്നിൽ വെച്ച് പഴയ പേരോ അവനെന്നോ ഒന്നും വിളിച്ചേക്കരുത്. അത് അവൾക്ക് സങ്കടാവും. മാമന് മനസ്സിലായല്ലോ. എൻ്റെ ഈശ്വര, എന്നാലും ആൺകുട്ടികൾ ഇങ്ങനെ മാറുമോ? ഏയ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പാവം, എന്നോട് പിണക്കമാവും ചെറുക്കന്.
ഏയ് മോളെ, എന്താ ഇത്? എന്തിനാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ശേഖരമാമൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ അപ്സെറ്റ് ആവുന്നത്? എനിക്കറിയില്ല ചേട്ടാ, പെട്ടെന്ന് അയാളെ കണ്ടപ്പോ എനിക്ക്. പോട്ടെ, അതൊന്നും നീ സാരമാക്കണ്ട. നമ്മളോട് ചെയ്ത ദ്രോഹങ്ങൾക്കൊക്കെ മാമനിപ്പം നല്ല പശ്ചാത്താപമുണ്ട്. എന്നിട്ട് ചേട്ടനത് വിശ്വസിച്ചോ? നമ്മളായിരുന്നു ശരിയെന്ന് മാമൻ ഇതിനകം തന്നെ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞു. പിന്നെന്തിനു നീ ഇപ്പം ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഒക്കെ ശരിയാ, പക്ഷെ എനിക്ക് അയാളെ കാണുമ്പോ. ചേട്ടന് മനസ്സിലാവുന്നുണ്ട് മോളെ. ഒരു കാര്യം ചെയ്, മാമൻ ഇവിടെ ഉള്ളപ്പോ നീ അധികം മുന്നിൽ ചെന്ന് പെടാതെ നോക്കണം. ഞാൻ ശ്രമിക്കാം. 1-2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് ആളങ്ങ് പോവില്ലേ? അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വിഷമിപ്പിച്ച് അസുഖമൊന്നും വരുത്തി വെക്കരുത്. കുറച്ചു നേരം മോള് റെസ്റ്റ് എടുക്കുക കേട്ടോ. മാമ, അത് അവള് സാരമില്ലട മോനെ. അവളുടെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാനിനി എത്രയൊക്കെ മാപ്പ് ചോദിച്ചാലും ആ മനസ്സിൽ നിന്ന് കഴിഞ്ഞതൊന്നും മാഞ്ഞും മറന്നും പോകില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോനെ. എല്ലാരും കൂടി അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് അതിനെ. അന്നും ഇന്നും അവളെക്കുറിച്ച് നല്ലത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് നീയും നിളയും മാത്രമേ ഉള്ളൂ. നീയും നിന്റെ അനിയത്തിയും തമ്മിൽ 7 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് ആൺകുട്ടി ആയതുകൊണ്ട് രണ്ടാമത്തേത് ഒരു പെൺകുട്ടി ആയിരിക്കണമെന്ന് നിന്റെ അമ്മയ്ക്കും അച്ഛനും നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമതും ദൈവം അവർക്ക് നൽകിയത് ഒരാൺകുട്ടിയാ. ദൈവം ഒരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചത് ഞങ്ങൾക്കായിരുന്നു. അതുകൊണ്ടെന്താ, നിളയും ആ വീട്ടിൽ തന്നെയായിരുന്നു വളർന്നതും പഠിച്ചതൊക്കെ. നിളയോടൊപ്പം ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് പിന്നെ അവളിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ആദ്യമൊക്കെ അതൊരു തമാശയായിരിക്കുമെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത്. ദിവസം ചെല്ലും തോറും അവനൊരു പെണ്ണായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാമ, പഴയ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കല്ലടാ മോനെ. അവളെ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു പെൺകുട്ടിയായി കാണുമ്പോൾ അന്ന് അതിൻ്റെ പേരിൽ അവളെ അത്രയും ദ്രോഹിച്ചത് മഹാപാപമായി പോയിന്ന് തോന്നുന്നു. പോട്ടെ മാമ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം അവള് ഈ ജീവിതത്തിൽ വളരെ ഹാപ്പിയാണ്. ഞാനും അവൾ സന്തോഷമായിരിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കഴിഞ്ഞകാല ജീവിതം ഞങ്ങൾ ബോധപൂർവം മറക്കാൻ ശ്രമിക്കുകയാണ്. മാമനോട് വരുന്നതിലോ സഹകരിക്കുന്നതിലോ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ കഴിഞ്ഞതൊന്നും ഞങ്ങളെ ഇങ്ങനെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം. മോനെ, ഒരു കാര്യം ചോദിക്കട്ടെ. ആതിരയുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമേ നീ ഇതുവരെ ചിന്തിച്ചിട്ടുള്ളൂ. അതുമാത്രം പോരാ, നിനക്കും ഒരു ജീവിതം വേണം. അത് മറക്കരുത്. ഇനിയും വൈകിട്ടില്ല. വേണ്ട മാമ, ഞാനിപ്പോൾ അതേക്കുറിച്ചൊന്നും മനസ്സിൽ പോലും ആലോചിക്കാറില്ല. എന്തെങ്കിലും ആതിരയ്ക്കൊരു ജീവിതമാവുകയാണെങ്കിൽ മാത്രം ഞാനും എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചോളാം. കേട്ടോ അപ്പു, പണ്ടും സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ മനസ്സ് വല്ലാതെ കൺഫ്യൂസ്ഡ് ആകുന്ന സമയത്തെല്ലാം ഞാൻ ഇതുപോലെയാ അപ്പു ചെയ്യുന്നത്.
പള്ളിയിൽ വന്ന് കുറേ നേരം കർത്താവിന് മുന്നിൽ മനസ്സ് സമർപ്പിച്ചങ്ങിരിക്കും. ആ സമയത്തൊന്നും അപ്പോഴത്തെ എന്റെ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കില്ല ഞാൻ ഓർക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുക. പ്രത്യേകിച്ച് ഒരു കാര്യമോ കാരണമോ ഇല്ലാതെ തിരുരൂപത്തിൽ നോക്കി ഒരേ ഇരിപ്പങ്ങിരിക്കും. ഇന്നും അങ്ങനെ ഒരു ഇരിപ്പായിരുന്നല്ലോ ആന്റി. ഞാൻ ഓർക്കം ചെയ്തു, പരിസരം പോലും മറന്ന് ഇത്ര മുഴുകിയിരുന്ന് പ്രാർത്ഥിക്കാൻ എന്താവും ആന്റിയുടെ മനസ്സിലെന്ന്. എന്തായാലും കർത്താവിനെ നോക്കിയുള്ള ആ ഇരിപ്പും ആന്റിയുടെ മുഖത്തെ അപ്പോഴുള്ള ആ ഭാവമൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഒരു പെയിന്റിംഗ് പോലെ. ഒന്ന് പോ അപ്പോ, കളിയാക്കാതെ. നീ എന്റെ കൂടെ വന്നത് പ്രാർത്ഥിക്കാനോ അതോ ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ ചന്തം കാണാനോ? ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നടന്നു എന്നുള്ളതാ സത്യം. അല്ല ആന്റി എന്താ പറയാമെന്ന് അത് പറ. ജോബിൻ ഈ കാര്യം വിളിച്ചു പറഞ്ഞത് മുതൽ വല്ലാത്തൊരു ആശങ്കയായിരുന്നു മനസ്സില്. അവനിങ്ങനെ വിദേശത്തൊരു ജോലി കിട്ടിയതിന്റെ സന്തോഷമാണോ അതോ അവനെ പിരിഞ്ഞ് ജീവിക്കണമല്ലോ എന്നുള്ള സങ്കടമാണോ? അങ്ങനെ എന്താ ഏതാന്നൊന്നും വേർതിരിച്ചറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ. മമ്മി എന്ത് തീരുമാനിക്കുന്നോ അതാണ് എന്റെയും തീരുമാനമെന്ന് ജോബിൻ കൂടി പറഞ്ഞതോടെ എന്റെ കൺഫ്യൂഷൻ ഇരട്ടിച്ചു. അതാ ഞാൻ പറഞ്ഞത് എനിക്ക് പള്ളിയിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ട് പ്രാർത്ഥിച്ചപ്പോ ടീച്ചറുടെ കൺഫ്യൂഷനൊക്കെ മാറിയോ? അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിലും മനസ്സിനിപ്പോ ഒരു ശാന്തതയും സമാധാനവും ഒക്കെ തോന്നുന്നുണ്ട്. ജോബിൻ ഇപ്പൊ വന്ന ആ ഓഫർ സ്വീകരിക്കണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. നിനക്ക് എന്തു തോന്നുന്നു അപ്പോ? കൊള്ളാം. ഇതായിരുന്നു ആന്റിയുടെ കൺഫ്യൂഷൻ. ആ ഓഫർ സ്വീകരിക്കുന്ന കാര്യത്തിൽ രണ്ടാമതൊന്ന് ആലോചിക്കാൻ എന്താ ഉള്ളത്? ഇതുപോലൊരു ഗോൾഡൻ ചാൻസ് വേണ്ടെന്ന് വെക്കുന്നത് മണ്ടത്തരം ആന്റി. ഡോക്ടറുടെ കരിയറിലെ ഏറ്റവും നല്ലൊരു ടേണിംഗ് പോയിന്റ് ആവും ഇത്. കാര്യമൊക്കെ ശരി തന്നെയാ അപ്പോ. പക്ഷെ അവന്റെ പ്രശ്നം നാട്ടിൽ എന്നെ തനിച്ചാക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാ. അതെനിക്ക് സങ്കടമാകുമെന്ന് അവന് നന്നായിട്ടറിയാം. ഇനിയിപ്പോ എത്രയൊക്കെ വലിയ അവസരമാണെന്ന് പറഞ്ഞാലും എന്നെ വിഷമിപ്പിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണെങ്കിൽ അവനത് വേണ്ടാന്ന് വെക്കും. അതിപ്പോ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാ. അവനീ ചാൻസ് മിസ് ചെയ്യരുതെന്ന് എനിക്കുണ്ട്. പക്ഷേ എന്നെ തനിച്ചാക്കി മാളുവിനെയും കൂട്ടി പോകാനും അവന് മടി. അതുകൊണ്ടാ അവൻ ബുദ്ധിപൂർവം തീരുമാനം എന്റെ തലയിൽ കെട്ടിവെച്ചത്. ബാക്കിയുള്ളവര് ഇനി അതാലോചിച്ച് തല പുണ്ണാക്കിക്കൊള്ളുമല്ലോ. ഇതിലിപ്പോ ഇത്ര ആലോചിക്കാനും തലപുണ്ണാക്കാനും ഒക്കെ എന്താ ഉള്ളത് ആന്റി? അവിടെ ചെന്നൊന്ന് സെറ്റിലായി കഴിഞ്ഞാ ആന്റി അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അതിനൊരു പരിഹാരമാവുമല്ലോ. അതാണല്ലോ പ്രശ്നം. എനിക്കങ്ങനെ പുറനാട്ടിൽ പോയി ജീവിക്കാൻ ആഗ്രഹമോ താല്പര്യമോ ഇല്ല പോ. അതവനും അറിയാം. അവന്റെ പപ്പ മരിച്ചതിനു ശേഷമുള്ള എന്റെ യാത്രകൾ അവനെ വളർത്താനും പഠിപ്പിക്കാനും മാത്രമുള്ളതായിരുന്നു. എന്ന് ജോബിൻ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയോ അന്ന് ഞാൻ എന്റെ യാത്രകൾ അവസാനിപ്പിച്ച് ഒരു വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടിയതാ. ഇവിടേക്കൊപ്പം വന്നത് തന്നെ അവൻ തനിച്ചാണല്ലോ എന്ന് ഓർത്തിട്ടാ. ഇപ്പൊ അവനൊരു കുടുംബമായി. ഇനി സ്വസ്ഥമായി നാട്ടിൽ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടണമെന്നാ എന്റെ ആഗ്രഹം. അങ്ങനെ നാട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി കിടക്കണമെന്ന് ആന്റിക്ക് എന്താ ഇത്ര നിർബന്ധം? എവിടെയായാലും ആന്റിക്ക് മോന്റെ ഒപ്പം ജീവിച്ചാ പോരെ. അതിപ്പോ നാട്ടിലാണെങ്കിൽ എന്താ, അമേരിക്കയിലായാലും എന്താ? നാട്ടിൽ ഒതുങ്ങിക്കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ യുഎസിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോയിട്ട് എന്താ കാര്യം? വയ്യപ്പോ. നല്ല പ്രായം മുഴുവൻ അവനെയും കയ്യിലെടുത്ത് ജീവിക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. ഇനിയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് കുറച്ചു കാലം ജീവിച്ചു മരിക്കണമെന്നാ എന്റെ മോഹം. അവന്റെ പപ്പയുടെ കുഴിമാടത്തിനരികിൽ വിശ്രമിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തും വരെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ കല്ലറയിൽ ഒരു തിരി വെച്ച് പ്രാർത്ഥിക്കണം എനിക്ക്. വെളിനാട്ടിലാണെങ്കിൽ അതൊന്നും പറ്റില്ലല്ലോ. എന്നിട്ടിപ്പ എന്താ ആന്റിയുടെ തീരുമാനം? അത് പറഞ്ഞില്ലല്ലോ. കർത്താവ് എന്ത് സൊല്യൂഷനാ പറഞ്ഞെന്ന്? നീ ആയിട്ട് അതിലൊരു അഭിപ്രായമോ തീരുമാനമോ എടുക്കേണ്ട കാര്യമില്ല കൊച്ചേന്ന കർത്താവ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്വം സൂത്രത്തിൽ ഞാൻ അവന്റെ തലയിൽ തന്നെ അങ്ങ് ചാരി കൊടുക്കും. ദേ അപ്പു, നീ ഇതൊന്നും അവനെ വിളിച്ചു പറഞ്ഞേക്കരുത് കേട്ടോ. അയ്യോ, ഞാനൊന്നിനുമില്ലേ. നിങ്ങൾ മമ്മിയും മോനും കൂടി തർക്കിച്ചും തല്ലുപിടിച്ചും നല്ലൊരവസരം പാഴാക്കരുത് എന്നൊരു ഹംബിൾ റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. ആന്റി, എന്റെ ഫോൺ ആന്റിയുടെ ബാഗിലാ. ഓ, ഞാനത് മറന്നു.
അയ്യോ ആന്റി, അമ്മ കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ചർച്ചിലായതുകൊണ്ട് അറിഞ്ഞില്ല. അയ്യോ, ചിലപ്പോ എന്നെയും വിളിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും അത്യാവശ്യം പറയാനായിരിക്കും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ. ഹലോ അപ്പു, നീ എവിടെയാ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. സോറി അമ്മ, ഞാനും ഡെയ്സി ആന്റിയും ചർച്ചിലായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോൺ ഡെയ്സി ആന്റിയുടെ ബാഗിലായിരുന്നു. സൈലന്റ് മോഡ് ആയതുകൊണ്ട് അമ്മ വിളിച്ചത് അറിഞ്ഞില്ല. അമ്മ എവിടെയാ? എന്താ വിളിച്ചേ? ഞാൻ നമ്മുടെ വീട്ടിലെത്തി. അകത്ത് കയറാൻ വഴിയില്ലാത്തോണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യാ. അയ്യോ, അമ്മ പുറത്തിരിക്കുവാണോ? എങ്കിൽ പിന്നെ അവിടെ നിന്ന് തിരിക്കുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? എങ്കിൽ ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നല്ലോ. അത് സാരമില്ല, നിങ്ങൾ വേഗം വന്നാ മതി. ഡെയ്സി ഉണ്ടല്ലോ കൂടെ. ആ ഉണ്ടമ്മേ, ഞാൻ ആന്റിക്ക് കൊടുക്കാം. ദാ. ഗീത, വീട്ടിലെത്തിയോ? നീ തനിച്ചാണോ വന്നത്? ആ അതെ ഡെയ്സി, അവിടുന്ന് പുറപ്പെട്ടപ്പോ നിങ്ങളെ വിളിച്ചു പറയുന്ന കാര്യം ഞാൻ വിട്ടുപോയി. രണ്ടാളിവിടെ കാണുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. സോറി ഗീത, കാത്തിരുന്ന് മുഷിഞ്ഞു അല്ലേ? മനസ്സിന് സന്തോഷമുള്ള ഒരു കാര്യം കേട്ടപ്പോ പള്ളിയിൽ വന്ന് അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. അപ്പവും കൂടെ വരാന്ന് പറഞ്ഞു. എന്താ വിശേഷിച്ച്? ഒരു ചെറിയ വിശേഷം. ജോബിന് US-ല് ജോലി ശരിയായിട്ടുണ്ട്. ഉടനെ അവിടെ ജോയിൻ ചെയ്യേണ്ടി വരുമെന്നാ അവൻ പറയുന്നത്. ആഹാ, അതൊരു നല്ല കാര്യമാണല്ലോ. പക്ഷേ അവനത് അക്സെപ്റ്റ് ചെയ്യുവോ എന്ന കാര്യം ഉറപ്പില്ല. എന്നാലും അവരുടനെ തിരിച്ചെത്തും. മിക്കവാറും ഇന്നോ നാളെയോ അവരെത്തിയേക്കും. ഗീത ഇന്ന് തന്നെ വിജയുടെ അടുത്തേക്ക് തിരിച്ചു പോവോ? ഇല്ല ഡെയ്സി, ഞാൻ 2-3 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പൊ വിജയുടെ കാര്യം എങ്ങനെയാ? തനിച്ചല്ലേ അവിടെ? അത് പ്രശ്നമാവില്ലേ? അവിടെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ഡെയ്സി. പോയിട്ട് വന്നോളാൻ ഡോക്ടർ പറഞ്ഞു. പിന്നെ BP എന്നെ നിർബന്ധിച്ചു. ആൾക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ല. BPക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആള് ഹാപ്പിയാ. ആ ആ ഞാൻ അപ്പൂന് കൊടുക്കാം. ഹലോ അമ്മ. നിങ്ങൾ വേഗം വരില്ലേ അപ്പു? അതോ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇല്ല, ഞങ്ങൾ ഉടനെ എത്തും. അമ്മ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യല്ലേ? ഞങ്ങൾ പെട്ടെന്ന് എത്താം. ശരി ശരി. പാവം അമ്മ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുക. ഗീത 2-3 ദിവസം അവിടെ കാണൂന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്താലോ അപ്പൂ? എന്താ ആന്റി? ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരട്ടെ. ജോബിനും മാളുവും എപ്പോഴാ വരുന്നെന്ന് അറിയില്ലല്ലോ. കുറച്ച് ദിവസമായി വീട് ലോക്ക് ചെയ്തിട്ടിരിക്കല്ലേ. എല്ലായിടത്തും പൊടി പിടിച്ചിട്ടുണ്ടാവും. ആരെയെങ്കിലും വിളിച്ച് ഒന്ന് ക്ലീൻ ചെയ്യിക്കണം. എന്നിട്ട് അവരെപ്പോഴാ വരുന്നതെന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം ആന്റി. ഞാൻ ആന്റി ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പോയിക്കോളാം. അത് വേണ്ട, ഞാൻ പൊയ്ക്കോളാം. നീ വേഗം അവിടെ എത്താൻ നോക്ക്. ഗീത വെയിറ്റ് ചെയ്യല്ലേ? വാ, ഞാൻ നിന്നെ ഓട്ടോയിൽ കയറ്റിവിടാം. ആ. എത്രയാ? 50. ദാ. സോറി അമ്മ, അമ്മയ്ക്ക് കാത്തിരുന്ന് ബോറായോ? ഏയ് സാരമില്ല. എന്നാലും അമ്മയ്ക്കൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നൂടെ? അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിരിക്കേണ്ടി വന്നത്. അവിടെ നിന്ന് ഇറങ്ങുന്ന ധൃതിയിൽ ഞാനതങ്ങ് വിട്ടുപോയി. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അമ്മയ്ക്കിത് എന്തു പറ്റി?